ബിരിയാണി എന്ന് പറയുന്ന സംഭവം ഒട്ടുമിക്ക മലയാളികൾക്കും ഒരു ഹരമാണ് അല്ലേ. എനിക്കും എത്ര കഴിച്ചാലും മതി വരാത്ത ഒരേ ഒരു ഐറ്റമാണ് ഈ ബിരിയാണി. പുറത്തുനിന്ന് കഴിച്ച് പൈസ കളയുന്നതിനേക്കാളും വീട്ടിൽ നിസ്സാരമായി ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് ഈ ഒരു മുട്ട ബിരിയാണി. സാധാരണ ഈ വീട്ടമ്മമാർക്ക് ഏറ്റവും അടിപിടിച്ച ഒരേ ഒരു കാര്യമാണ് ഈ പാത്രം കഴുകൽ. അപ്പോൾ ഒത്തിരി പാത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഒരേ ഒരു കുക്കറിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. കുക്കർ ചൂടാക്കിയതിന് ശേഷം 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ഗ്രാമ്പു പട്ട ഇടുക. എന്നിട്ട് സവാള അരിഞ്ഞ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ഇട്ട് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 2 ടേബിൾ സ്പൂൺ അളവിൽ ബിരിയാണി മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മസാല സവാളയിൽ എല്ലാത്തിലും ഒന്ന് മിക്സ് ആകുന്നത് വരെ വഴറ്റിയതിന് ശേഷം അരക്കപ്പ് അളവിലാണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ള തൈര് പുളിപ്പ് നല്ല കുറവാണ്, അതുകൊണ്ടാണ് അരക്കപ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങളെടുക്കുന്ന തൈരിൽ പുളിപ്പ് കൂടുതലാണെങ്കിൽ 1/4 കപ്പ് എടുത്താൽ മതി. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഈ പച്ചമണം ഉണ്ടല്ലോ അതൊന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇതെല്ലാം തിളച്ച് വന്നതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ള അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കപ്പാണ്. അപ്പോൾ അത് വേവാൻ ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ്. അപ്പോൾ എനിക്കിവിടെ വേണ്ടി വന്നത് 3 കപ്പ് അളവ് വെള്ളമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിനയുടെ ഇരട്ടി അളവിന് വേണം മല്ലിയില ഇട്ട് കൊടുക്കാനായിട്ട്. അരി ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു ഏകദേശം 3/4 മണിക്കൂറോളം നന്നായിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിന്റെ വെള്ളമെല്ലാം നന്നായിട്ട് വഴിച്ച് കളഞ്ഞതിന് ശേഷമാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. ഒരു വിസിൽ കേട്ടിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ ഇതിൻ്റെ ലിഡ് എടുത്ത് കൊടുക്കാവൂ. ഇവിടെ നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട അവിച്ച് ഇതിനിട്ടതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ലിഡ് അടച്ചു വെച്ച് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളപ്പോൾ എനിക്ക് മുട്ട നന്നായിട്ട് സോഫ്റ്റ് ആയതുപോലെ തോന്നിയിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ എളുപ്പമല്ലേ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ.